വേടന്റെ രാഷ്ട്രീയം നമുക്കെല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണല്ലോ. വേടന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹം എല്ലായ്പ്പോഴും വിവാദത്തിലായിരിക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ടാണ്. വേടൻ എന്ന് പറഞ്ഞ ആ വ്യക്തി അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയത്തെയും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും ഒക്കെ വിമർശിക്കുന്ന ഒരാളായിട്ടാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആ ജാതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദളിത് ജാതി എന്ന് പറയുന്നത് ഒരുപാട് അട്രോസിറ്റീസ് അനുഭവിച്ചു വന്ന അല്ലെങ്കിൽ ഒരുപാട് അടിമത്തം അനുഭവിച്ചു വിടുന്ന ഒരു ജാതിക്കാരാണ്. അത് കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ സാറ്റലൈറ്റ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു സവർണൻ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നു തന്റെ ക്ലാസ്സിൽ, പക്ഷെ അവർണനായ ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. അയാൾ ഒരു ദിവസം കുത്തിയിരുന്ന് പഠിക്കുന്നത് ഞാൻ 100 ദിവസം ഇരുന്ന് പഠിച്ചാലും എനിക്ക് ഓർമ്മയിൽ നിലനിൽക്കുന്നില്ല. അതിന്റെ കാരണമായിട്ട് അദ്ദേഹം തന്നെയാണ് പറയുന്നത്, വേറെ സവർണരോ അവർണരോ അല്ല. ഇതെല്ലാം പറയുന്നത് വേടൻ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങളുടെ DNA ഇല്ല. സത്യത്തിൽ നമുക്കൊരു വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ശരിയാണ്, നമ്മൾ കുറേയധികം ആൾക്കാർ കേരളത്തിലെ മെജോറിറ്റി ന്യൂ ജനറേഷനും, മെജോറിറ്റി എന്നല്ല ഒരു ഭൂരിഭാഗം ന്യൂ ജനറേഷനും അതോടൊപ്പം തന്നെ കുറേയധികം പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തെ ഭയങ്കരമായി അന്ധമായി ആരാധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന്റെ ജാതിയെ തന്നെ അദ്ദേഹം കുത്തുന്ന തരത്തിലല്ലേ എന്ന് ചോദിച്ചു പോയാൽ അത് തെറ്റാകുമോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. വേറൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് DNA എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പൂർവികരായിട്ട് നമുക്കുള്ള കണക്ഷൻ, അതാണ് DNA എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഒരു വിമാനാപകടത്തിൽ മരിക്കുന്ന ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് DNA നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ പൂർവികരുടെയാണ്, നമ്മൾ അയാളിൽ നിന്നാണോ അല്ലെങ്കിൽ അവരിൽ നിന്നാണോ വന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ വേടൻ ആ പ്രമുഖ ചാനലിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞങ്ങളുടെ DNA നന്നായിട്ട് നടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള DNA അല്ല. അതായത് സവർണൻ നന്നായി പഠിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുകളിലുള്ള പട്ടികജാതി പട്ടികവർഗം അല്ലാത്ത ആൾക്കാർ, മറ്റ് ജാതിയിലുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് പഠിക്കുമ്പോൾ ഞങ്ങൾക്കത് പഠിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം അദ്ദേഹം മറ്റുള്ളവരെ അല്ല പറയുന്നത്, തങ്ങളുടെ DNA കുഴപ്പമാണെന്ന്. അപ്പൊ DNA കുഴപ്പമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് തങ്ങളുടെ ജാതിക്കാരുടെ കുഴപ്പമെന്നാണോ വേടൻ ഉദ്ദേശിക്കുന്നത്? ശരിക്കും വേടൻ തന്നെയല്ലേ സ്വജാതിയെ ഇപ്പോഴും ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? ഈ ഒരു ജാതി ചിന്ത നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ ജാതി ചിന്തകളുണ്ട്. നമ്മുടെ ഈ പറയപ്പെടുന്ന സമൂഹത്തിൽ ഒരു 60% ആൾക്കാരിലും ഇപ്പോഴും ജാതി ചിന്തയുണ്ട്. പക്ഷേ അത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ജാതി ചിന്തകൾ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പരസ്പരം ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലും അല്ലെങ്കിൽ മറ്റെന്തിന്റെ സൗഹൃദത്തിന്റെ പേരിലും പ്രണയത്തിന്റെ പേരിലും ഒക്കെ കൂട്ടം കൂടി നടക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഇത് ഏതാ ജാതി എന്ന് ചോദിച്ചാൽ അവർ നമ്മളെ ഓടിക്കും. പക്ഷേ നിങ്ങൾ ഇങ്ങനെ തരംതാണ് പോയല്ലോ എന്ന് ആ കുട്ടികൾ നമ്മളോട് പറയും. ന്യൂ ജനറേഷൻ പിള്ളേർ നമ്മളെ നോക്കി പുച്ഛിക്കും. നിങ്ങൾക്ക് നാണമില്ല ഇപ്പോഴും ജാതി ചോദിക്കാൻ? ഇപ്പോഴും മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് പോലും ചോദിക്കുന്നത് ഇഷ്ടമല്ലാത്ത ജനറേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മാറ്റങ്ങളുണ്ട്. ജാതി എന്ന ചിന്തയ്ക്ക് നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ഇല്ലെന്ന് നമ്മൾ എത്ര പറയാൻ ശ്രമിച്ചാലും അങ്ങനെയല്ല. പക്ഷേ പഴയ കുറെ അധികം ജനറേഷൻ ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും അതങ്ങ് എടുത്തു കളയാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ജാതിയുടെ പ്രശ്നം അവിടെ വരുന്നത്. വേടൻ സൂചിപ്പിച്ചു, സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ ജാതീയമായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇന്ന് അത് ശരിയാണ്, പണ്ട് സ്കൂളുകളിൽ ശരിയാണ് വാലുള്ള ആൾക്കാർക്ക് പ്രത്യേക പരിഗണന ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവാം. ഒരുപക്ഷെ അവരുടെ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ ജാതി പേര് കൂടെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുത്തതായിട്ട് നമുക്ക് പലവട്ടം തോന്നിയിട്ടുണ്ടാവാം. ചിലപ്പോൾ അതിന് താഴെയുള്ള ആൾക്കാരെ, ചില യോഗങ്ങളുടെ ട്രസ്റ്റിന്റെ കീഴിലുള്ള ആൾക്കാരാകുമ്പോൾ അവർ അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ നടന്നിരുന്നു 80s-ലും 90s-ലും 70s-ലും ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളെല്ലാം നടന്നിരുന്നതാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ജനറേഷൻ. അപ്പോഴാണ് വേടൻ പാട്ടുമായിട്ട് വരുന്നത്. ശരിയാണ്, കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, ആ പാട്ട് വളരെ മനോഹരമാണ്. ഈ പറയുന്ന ഭൂമിയെക്കുറിച്ച് പാടുന്നതും നമ്മുടെ ഈ പറയുന്ന പോലെ വിയർപ്പ് കൊണ്ട് തുന്നിയിട്ട കുപ്പായം, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പുളകം കൊള്ളും. കാരണം മലയാളിയിൽ എന്നും ഒരു വിപ്ലവ വീര്യമുണ്ട്. അത് നമ്മളെ പുളകം കൊള്ളിക്കാൻ പ്രാപ്തമായ രീതിയിൽ ശക്തമായ ഭാഷയിൽ കൂടെ പാടുകയാണെങ്കിൽ അത് സിരകളെ രക്തത്തിന് ചൂട് പിടിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതൊക്കെ നല്ലത് തന്നെ. അദ്ദേഹത്തിന്റെ ഗാനത്തെ ഇഷ്ടപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം എന്ന് പറയും, ജാതി രാഷ്ട്രീയം അദ്ദേഹം പലയിടത്തും പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ജാതീയമായി അദ്ദേഹം ഇതിന്റെ ജാതിയിൽ നാട്ടുകാർക്ക് പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ഈ പറയപ്പെടുന്ന BJPക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏത് രാഷ്ട്രീയക്കാരും ആയിക്കോട്ടെ, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും അതൊരു പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഒരിക്കലും ഇങ്ങനെയുള്ള സ്റ്റേജുകളിൽ പാടാൻ അനുവദിക്കുമായിരുന്നു എന്ന് ചില ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ എന്താണ് തെറ്റെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. വേറൊന്നും കൊണ്ടല്ല, എങ്ങനെ ജാതീയമായ പ്രശ്നമുള്ളവരായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധകരും അദ്ദേഹത്തിന്റെ കാണികളും അദ്ദേഹത്തിന്റെ ആസ്വാദകരുമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റേജിന് മുമ്പിൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും കാണാനുണ്ടാവുമായിരുന്നില്ല, കേൾക്കാനുണ്ടാവുമായിരുന്നില്ല. അപ്പൊ ആ ജാതി ചിന്ത മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പാട്ടിനെ മാത്രമാണ് ആൾക്കാർ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. എല്ലായ്പ്പോഴും മലയാളികൾ അങ്ങനെ തന്നെയാണ്, പാട്ടിനെ അല്ലെങ്കിൽ ആ കലയെ പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പഴയ കീഴ് ജാതിയിൽ നിന്ന്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കീഴ് ജാതിയിൽ നിന്ന്, അന്നത്തെ കാലത്ത് ജാതീയമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരുന്ന
കാലഘട്ടത്തിൽ കീഴ്ജാതിയിൽ നിന്നുള്ള ആൾക്കാർ എഴുതിയിരുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ യുവതയിൽ വിപ്ലവ വീര്യങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തരായതിന്റെ ഒരു കാരണം നമ്മളെ കലയെ ഇഷ്ടപ്പെടും, ആ വാക്കുകളെ, അതിലെ സാഹിത്യത്തിലെ, അതിലെ ഭാഷ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. വേടനും ഇത്രയും ആരാധകരോട് അതിന്റെ കാരണവും അത് തന്നെയാണ്. പക്ഷെ വേടൻ ഇപ്പോഴും ചെയ്യുന്നത് തന്റെ ജാതിയെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ തന്റെ ജാതിയെ അദ്ദേഹം തന്നെയാണ് മാർക്കറ്റ് ചെയ്ത് ഇപ്പോൾ ഈ പറയുന്ന പോലെ കാശുവാരിക്കൊണ്ടിരിക്കുന്നത്, മാർക്കറ്റ് ചെയ്തുകൊണ്ട് പാടുന്നത്. അദ്ദേഹത്തിന്റെ ജാതിയെ കുത്തി പറഞ്ഞുകൊണ്ട് നീ ഒരു ദളിതനല്ലേടാ എന്ന് ആരും ചോദിച്ചിട്ടില്ല. പകരം വേടൻ തന്നെയാണ് പറയുന്നത് ദളിതിന്റെ DNA ശരിയല്ല, ഞങ്ങളുടെ DNA ശരിയല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിനർത്ഥം ദളിതന്മാരിൽ നിന്ന് ആരും പഠിച്ച് ഉന്നതങ്ങളിൽ എത്തിയിട്ടില്ലേ? നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപതി തൊട്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ തൊട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ കീഴ്ജാതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താ പൊട്ടന്മാരാണോ? തീർച്ചയായിട്ടും വേടൻ ചിന്തിക്കേണ്ട ഒരു കാര്യം, വേടന്റെ വാക്കുകൾ വേടൻ ഉപയോഗിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേടൻ തന്നെയാണ് വേടന്റെ ജാതി ഇപ്പോൾ പൊക്കിക്കൊണ്ടുവരുന്നത്. മറ്റേ പൊളിറ്റിക്കൽ പാർട്ടീസോ BJPയോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ഒന്നുമല്ല ജാതി ഇവിടെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്, വേടൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ ആരും ജാതി ചോദിക്കുന്നില്ല. അദ്ദേഹം തന്നെയാണ് സ്വന്തം ഈ പല്ലട കുത്തി മണപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു രീതി പിന്തുടരുന്നത്. അതുകൊണ്ട് സ്വന്തം ജാതിക്ക് അപകീർത്തി ഉണ്ടാകുന്ന തരത്തിൽ, അതായത് അദ്ദേഹത്തിന്റെ ജാതിയെ കീഴ് ജാതിയാക്കി കാണുകയും താഴ്ത്തിക്കെട്ടുകയും ശ്രമിക്കുന്നത് വേടൻ തന്നെ അല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എന്ന് നമുക്ക് ചിലപ്പോഴെങ്കിലും സമർത്ഥിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് IBN മലയാളം.